ഹായ് ഫ്രണ്ട്സ്, ഹലോ, ഹൗ ആർ യു? വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കപ്പ ഉലർത്താൻ വേണ്ടിയിട്ട് പോവാണ്. ഇന്ന് വേറെ ആരുമല്ല, എൻ്റെ അച്ഛനാണ് നമുക്ക് വേണ്ടിയിട്ട് കപ്പ ഉലർത്തി തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന് പല സ്ഥലത്തും പല പേരൊക്കെ പറയുമായിരിക്കും. അപ്പം ഞങ്ങളിവിടെ കപ്പപ്പുഴുക്ക്, കപ്പ ഉലർത്തിയത് അങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ ഇന്ന് കപ്പ നന്നാക്കുന്നത് മുതൽ സകല കാര്യങ്ങളും ചെയ്യാൻ പോകുന്നത് ഡാഡിയാണ്. നല്ലവണ്ണം കഴിയുമ്പോൾ മണ്ണുണ്ടാവില്ല. മണ്ണൊന്ന് നമ്മൾ തേക്കുമ്പോൾ വായിലിട്ട് കടിക്കുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ കപ്പേനെ നല്ലോണം കഴുകി മണ്ണൊക്കെ മാറ്റിയിടുക. ഇതേ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ അങ്ങാടിക്ക് പോകുമ്പോഴേ കൾഷാപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോവാം. അപ്പോൾ അവിടെ കൾഷാപ്പിൽ ഇങ്ങനെ ഈ കപ്പ ഇങ്ങനെ കുത്തി ഉടച്ച് വെച്ചുകൊണ്ട് കാണുമ്പോൾ വായന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ അതേപോലത്തെ ഒരു സാധനം ഉണ്ണിക്കിപ്പോൾ ഉണ്ടാക്കി നമ്മൾ ഉണ്ണിയും തിന്നുണ്ടാവില്ല. അത് ന്യൂ ജനറേഷനൊന്നും ഇല്ലത്, പഴയ ജനറേഷനിൽ ഉള്ളൊരു ഡിഷാണ്. പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇത് ഇത്തിരി വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കുക. കപ്പയിലെപ്പോഴേ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വേവിച്ച് ആ കൂടുതൽ തന്നെ വെള്ളം തൂറ്റി കളയണം. ശരിക്കും എന്നാലും കപ്പയുടെ കട്ട് പോകുള്ളൂ. ഇതിൽ കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് വേവിച്ചെടുക്കും. ഉപ്പിട്ട് വേവിക്കാം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ഇത്തിരി കുളം കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ വേവിക്കുന്ന ഈ വെള്ളത്തിൽ ഇടാം. കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമ്മൾ മഞ്ഞപ്പൊടി നമ്മൾ ഇതിലിടണം. ഇട്ടല്ലേ ഉപ്പൊക്കെ ഒന്ന് എന്നിട്ട് നമ്മളതിനെ ഒലത്താൻ മുളക് നമ്മൾ കൊള്ളിപ്പേര് ഉണ്ടാക്കാനായിട്ടേ നമുക്ക് ഇപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഉള്ളി തൊണ്ട് കളഞ്ഞെടുക്കുക, ഉള്ളി, അതേപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചുമന്ന മുളകുണ്ടല്ലോ, വറ്റൽ മുളക് എന്ന് പറയും. അത് നമ്മുടെ എരിവ് എന്തോരം വേണമെന്ന് വെച്ചാൽ അതിനാവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് എരിവ് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് വേപ്പില ഇത് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചതച്ചെടുക്കണം. ഇത് നന്നായിട്ട് വെന്തുണ്ട്. അപ്പം നമുക്ക് വെള്ളം തീരില്ലാണ്ട് ഒരു ഊറ്റിയെടുക്കാം. അതിനെ പറ്റിയൊരു ചീഞ്ചട്ടി വയ്ക്കുക. ചീഞ്ചട്ടി ചൂടാവട്ടെ. വെള്ളം ഉണ്ടാകുന്ന പറ്റട്ടെ. ചൂടായതൊന്ന് തൊട്ട് വയ്ക്കുക. ചൂടായിട്ടില്ല, അത് വെള്ളം പറ്റണമല്ലോ. ഈ വെള്ളം കണ്ട പിന്നെ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കണ്ടു ഒഴിക്കാം. വെളിച്ചെണ്ണ എന്താണെന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ചോദിച്ചേ? ന്യൂ ജനറേഷനൊക്കെ വെളിച്ചെണ്ണ അടുക്കളയിൽ കയറാത്ത ആൾക്കാർക്ക് വെളിച്ചെണ്ണ ചൂടായി നോക്കിന്നെ. ചൂടായി. അപ്പോൾ നമ്മളേ ചതച്ച് വെച്ചേക്കണ നമ്മുടെ മുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഉള്ള ചതച്ച് വെച്ചേക്കണത് നോക്കിയാണ്ട് അരിക്കാനായിട്ട് തട്ടാം. രസമുണ്ടോ? എനിക്കിതൊക്കെ അറിയാം. ഞാൻ ആദ്യമായിട്ടൊന്നല്ല അടുക്കളയൊക്കെ. അതെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ കയറണം. വലിയ സ്പൂൺ എടുക്കുക. കൈ പൊളിച്ചത് മതി. മഞ്ഞപ്പൊടി ചേർക്കണ്ട, ഓൾറെഡി മഞ്ഞുണ്ടല്ലോ. ചേർക്കാനുണ്ടാകും. വഴറ്റാൻ
വേവിച്ചായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കിഴങ്ങിൽ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചേക്കണേ ഇത് കുറച്ച് ഒരു ഇടാം ഇതിട്ടൊന്ന് എന്നിട്ട് കള്ള് ഷാപ്പിൽ പോയിട്ട് കള്ളുഷാപ്പ് വെക്കണേ. കള്ളുഷാപ്പിലൊക്കെ ഞങ്ങൾ ചെറുപ്പകാലത്തിൽ അപ്പൊ ഈ ചെറുപ്പകാലത്ത് കള്ള് ഷാപ്പിലെ വെപ്പാണെന്ന് പറയാനത് എങ്ങനെ മനസ്സിലായി? അപ്പൊ കള്ള് ഷാപ്പിൽ പോയിട്ടുണ്ടെന്നല്ലോ എൻ്റെ അർത്ഥം. പിന്നെ കള്ളുഷാപ്പിൽ പോയിട്ടല്ല, ഈ കള്ളുഷാപ്പ് ഞങ്ങൾ സ്കൂളിൽ പോണതിൻ്റെ വഴിത്തലയ്ക്ക് മേശപ്പുറത്ത് ഇത് ഈ കിഴങ്ങ് ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടേ കാണുമ്പോൾ അതിൽ അപ്പം അതിനിടയ്ക്കൂടെ നോക്കിയിട്ട് വേപ്പിനും കൂടി ഇട്ട് കൊടുക്കും. വേപ്പലേ ഇടാൻ മറന്നു തന്നെ തീ കുറച്ച് കുറച്ചു ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. അസിസ്റ്റൻറ്റുകളെ പഠിപ്പിക്കണത് എന്തിനാണ്? അസിസ്റ്റൻറ്റ് ഒക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യലാണ് നമ്മുടെ പണി. നമ്മളത് അറിഞ്ഞിരുന്നിട്ട് ചെയ്യണതാണ് കേട്ടോ. ഓക്കെ കൊള്ളിയിടാറായി, എനിക്ക് വിശക്കുണ്ട്. അതിപ്പോൾ ശരി മതി, മൂത്ത് കഴിഞ്ഞു പിന്നെ പുള്ളിയുടെ തട്ടായിരുന്നു. ഇത് ഈസി പരിപാടിയില്ല. ഇത് മഴക്കാലത്തൊക്കെ ഇത് കൊള്ളിപ്പേരിയും ഒരു കട്ടൻ കാപ്പി ഉണ്ടെങ്കിൽ എന്താ രസം എന്നറിയാം. ഞാൻ അങ്ങോട്ട് പറയാൻ വരായിരുന്നു, ഒരു കട്ടൻ കാപ്പി കൂടി വെച്ചെന്നോളൂ. മഴയത്ത് നോക്കി ഈ കട്ടൻ കാപ്പിയും കുടിച്ച് ഈ കൊള്ളിപ്പേരി ടീസ്പൂൺ കൊണ്ട് കയറി ഒരേ കഷ്ണം വായിലിട്ട് തിന്നുമ്പോൾ രസം. ഏകദേശം 30 ഒരു പാകമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പാകമുണ്ട്. മുളകും ഇതൊന്ന് വേഗം ഇങ്ങനെയുണ്ട് ഒരു പാകമാവും. പാകമായിട്ടുണ്ട്. പാകം കൂടെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇതുണ്ട് കൊട്ട കിഴങ്ങ് ഇതിനെ ഇളക്കണം. നന്നായിട്ട് ഇളക്കിടുക. എല്ലാ കഷ്ണങ്ങളെടുക്കാം. ഇതൊന്ന് ഇളക്കി കരണ്ട് വരട്ടെ. ഇത് ഭയങ്കര എരിവാന്ന് തോന്നുന്നുണ്ട്. ടെൻഷൻ മുളക് ഇത്തിരി കൂടി തോന്നുന്നുണ്ട്. എനിക്കുള്ള ഒരു കൂടിയത് അപ്പോൾ കൊള്ളിയുപ്പേരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ വാഴയിലൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിലാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. കൂടെ നല്ല അടിപൊളി കട്ടൻ കാപ്പിയും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ കൊള്ളിയുപ്പേരും കട്ടൻ കാപ്പിയും അടുത്ത് വെച്ച് കഴിക്കാൻ കൊത്തിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ മഴ മാത്രമില്ല കേട്ടോ. എന്തായാലും മഴ പെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ക്ഷമയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.